So students, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി റിംഗ്സ് ആണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ ബാക്കി കുറച്ച് എക്സാമ്പിളുകളാണ്, ചെറിയ 2-3 എക്സാമ്പിളുകളാണ്. ഇന്നലെ പറഞ്ഞതിൽ ഞാൻ ഒരു സ്ക്രോളിംഗ് ആയിട്ടൊരു ടെക്സ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ അതിൽ ചെറിയൊരു കാര്യം ഞാൻ പറയാനും എഴുതാനും മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഈ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡെഫിനേഷനിൽ ഒരു ചെറിയ കറക്ഷൻ എന്ന് പറഞ്ഞാൽ അത് വീഡിയോ എടുക്കുന്ന സമയത്ത് അത് അറിയാതെ മിസ്സായി പോയതാണ്. അപ്പോൾ അതിന് പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ഡെഫിനേഷൻ ഓർക്കാനായിട്ട് ഇവിടെ ഞാൻ ആ ഒരു സ്ക്രോൾ ചെയ്ത് കാണിച്ചിട്ടുള്ള ടെക്സ്റ്റും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡെഫിനേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് റിംഗ് എന്നുള്ളതാണ്. റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബൈനറി സ്ട്രക്ചർ. ഇറ്റ് ഹാസ് 2 ഓപ്പറേഷൻസ്, അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഇന്നലെ പറഞ്ഞത് ഒന്നും കൂടെ കറക്റ്റ് ആയിട്ട് ഞാൻ ഡെഫിനേഷൻ പറയാണ്. ആർ പ്ലസ് ഡോട്ട് ഒരു റിംഗ് ആവണമെന്നുണ്ടെങ്കിൽ ആ പ്ലസും ഡോട്ട് എന്ന് പറയുന്ന 2 ഓപ്പറേഷൻസ് ആണ്, രണ്ടും ബൈനറി ഓപ്പറേഷൻസ് ആണ്. അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് പറയാ. അല്ലെങ്കിൽ അതിനെ വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആർ പ്ലസ് ഡോട്ട് ഇസ് എ റിംഗ് ഇഫ് പ്ലസ് ആൻഡ് ഡോട്ട് ആർ ബൈനറി ഓപ്പറേഷൻസ് ദാറ്റ് സാറ്റിസ്ഫൈ ഓൾ ദീസ് 4 കണ്ടീഷൻസ്. 4 കണ്ടീഷൻസ് ഇവയൊക്കെയാണ്. ആർ പ്ലസ് ഈസ് എൻ അബീലിയൻ ഗ്രൂപ്പ്. ആർ അണ്ടർ അഡീഷൻ ഈസ് എൻ അബീലിയൻ ഗ്രൂപ്പ്. രണ്ടാമത്തെ കണ്ടീഷൻ ആർ ഇസ് ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഓർ ഡോട്ട്. ഈ കണ്ടീഷൻ ആണ് ഞാൻ മിസ്സായി പോയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ സ്ക്രോളിംഗ് ആയിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആർ ഇസ് ക്ലോസ്ഡ് അണ്ടർ ദ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ. The multiplication is associative and multiplication is distributive over addition. ഇന്നലത്തെ വീഡിയോ ഒന്നും കൂടെ കണ്ടു നോക്കുക. എന്നിട്ട് ഈ ഡെഫിനിഷൻ കൂടെ വെച്ചിട്ട് വ്യത്യാസം എന്താണെന്നുള്ള ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. തെറ്റായിട്ടുള്ളത് പഠിക്കരുത്. ആ സ്ക്രോളിംഗ് ചെയ്തിട്ടുള്ള കാര്യം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഡെഫിനിഷൻ പഠിക്കാനായിട്ട്. അപ്പോൾ ആർ പ്ലസ് ഡോട്ട് is a ring if it satisfies these 4 conditions. 4 conditions are R plus is an abelian group, R is closed under multiplication, multiplication is associative, and multiplication is also distributive. പിന്നെ പലതരം റിങ്ങുകൾ നമ്മൾ ഇന്നലെ പറഞ്ഞു. കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്താണെന്ന് പറഞ്ഞു, അതേപോലെ റിംഗ് വിത്ത് യൂണിറ്റി, യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു, അതേപോലെ ഡിവിഷൻ റിംഗ് എന്താണെന്ന് പറഞ്ഞു. ഇത് എല്ലാം ഒന്നും കൂടെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള 2-3 എക്സാമ്പിളുകളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്. ചെക്ക് വെദർ Z6 plus 6 multiplication modulo 6 and Z7 plus 7 multiplication modulo 7 are rings. അപ്പോൾ Z6 plus 6 multiplication modulo 6 റിംഗ് ആണോ എന്ന് വെരിഫൈ ചെയ്യണം. Z7 plus 7 multiplication modulo 7 റിംഗ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം. രണ്ടും സെപ്പറേറ്റ് റിംഗുകളാണ്. അപ്പൊ ആ 4 കണ്ടീഷൻസും നമ്മൾ ഓരോന്നായിട്ട് വെരിഫൈ ചെയ്ത് നോക്കേണ്ടതാണ്. പക്ഷെ ഇങ്ങനെ ഫൈനൈറ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് നമുക്ക് ഈ ടേബിൾ വരെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആവുന്നതാണ്. Now Z6 plus 6 ഉം Z7 plus 7 രണ്ടും തന്നെ അബിലിയൻ ഗ്രൂപ്പുകളാണ്. അണ്ടർ അഡീഷൻ എന്നുള്ളത് മുന്നേ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ they are not ഗ്രൂപ്പ്സ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. അത് വേറെ, അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല. അത് ഇങ്ങനെ അത് ഗ്രൂപ്പ് ആവേണ്ട കാര്യമില്ല. മറ്റു കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ മതി. അപ്പോൾ ആദ്യം Z6 plus 6 എടുത്ത് നോക്കാം. ഈ Z6 എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ടേബിൾ ആണ്, ഗ്രൂപ്പ് ടേബിൾ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. Z6 plus 6 is an abelian group. അത് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്. ഇതിന്റെ ഔട്ട്പുട്ടുകളാണ് ഇതിന്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ളത്. ഇതെല്ലാം Z6 ലെ മെമ്പറുകൾ തന്നെയാണ്. ഈ ഓപ്പറേഷൻസ് 1 into 1 is 1, 1 into 2 is 2, and 2 into 1 is also 2 into 1 is also 1 into 2 is 3, 2 into 1 is also 3. Into addition 1 plus 1 equal to 2, 1 plus 2 equal to 3. അതേപോലെ 2 plus 1 equal to 1 plus 2 equal to 2 plus 1. അപ്പൊ അഡീഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അണ്ടർ അഡീഷൻ Z6 is an abelian group. ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അണ്ടർ അഡീഷൻ അഡീഷൻ മോഡുലോ 6 Z6 is an abelian group. അത് വീണ്ടും എടുത്ത് പറയേണ്ട കാര്യമില്ല. രണ്ടാമത് പറയുന്നത് R is closed under multiplication. അപ്പൊ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 6 ഈ Z6 ക്ലോസ്ഡ് ആണോ എന്നുള്ളതാണ് വെരിഫൈ ചെയ്യേണ്ടത്. ഈ ടേബിൾ നോക്കി കഴിഞ്ഞാൽ കാണാം. ഈ ടേബിളിനുള്ളിലെ ഈ ഇൻപുട്ടുകൾ അല്ലെങ്കിൽ ഔട്ട്പുട്ടുകൾ എല്ലാം തന്നെ Z6 ലെ തന്നെ എലമെന്റുകളാണ്. 0 1 2 3 4 5 2 4 എല്ലാം തന്നെ ഈ Z6 ലെ തന്നെ എലമെന്റുകളാണ്. അതായത് മൾട്ടിപ്ലിക്കേഷൻ ഓർ ഇവിടെ ഡോട്ട് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 6 ആണ്. അപ്പോൾ Z6 is closed under, നമ്മൾ Z5 ചെയ്തിരുന്നു. ഇവിടെ Z6 is closed under multiplication modulo 6. പിന്നെ അസോസിയേറ്റിവിറ്റിയും ഡിസ്ട്രിബ്യൂട്ടിവിറ്റിയും നിങ്ങൾ ഓരോ എലിമെന്റും പ്രത്യേകം എടുത്ത് നോക്കി വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. അത് Z5യുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇവിടെ സ്പേസിന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും കാണിക്കുന്നില്ല. അസോസിയേറ്റിവിറ്റിയും ഡിസ്ട്രിബ്യൂട്ടിവിറ്റിയും യു ക്യാൻ വെരിഫൈ.
Now, so basic properties of ring satisfy ചെയ്യുന്നുണ്ട്. Plus Z6 plus 6 multiplication modulo 6 is a ring. ഇത് കൂടാതെ അത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 6 കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നുള്ളതാണ് വെരിഫൈ ചെയ്യേണ്ടത്. നോക്കിക്കോളൂ, 1 into 2 is 2. 2 into 1 is again 2. ഇനി 4 into 3. 4 into 3 എന്ന് പറഞ്ഞാൽ 0 ആണ്. 4 into 3 എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ 6 ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 0 ആണ് വരിക. റിമൈൻഡർ 0 ആണ് വരിക. 4 into 3 is 0. 3 into 4 is also 0. അപ്പോൾ ഇതിൽ ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം 1 into 2 is the same as 2 into 1. 3 into 4 is the same as 4 into 3, etc. അപ്പോൾ obviously multiplication is commutative. Multiplication modulo 6 is commutative in this group, or it is a commutative ring. ഇനി നോക്കൂ, മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി ആയിട്ടുള്ള 1 എന്ന് പറയുന്ന എലിമെന്റ് അതിലുണ്ട്. 1 into 2, 1 into 2 is 2, 1 into 3 is 3, 1 into 4 is 4, 1 into 5 is 5. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആ സെറ്റിലുണ്ട്. So it is a commutative ring with unity. Now, whether is it a division ring? Division ring ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. ഡിവിഷൻ റിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ യൂണിറ്റുകൾ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് യൂണിറ്റ്സ് എഴുതാം. യൂണിറ്റ്സ് ആണ് those elements which have multiplicative inverses. അത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സൽ ഏതൊക്കെ എലിമെന്റുകളിൽ നോക്കാം. 1 ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, 1 നോട് ഏത് എലിമെന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത്, അല്ലെങ്കിൽ അതാണ് അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. 1 into 1 is 1. അപ്പോൾ 1 and 1 inverse, ഇവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1 inverse. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്, അഡിറ്റീവ് ഇൻവേഴ്സ് അല്ല. 1 inverse is 1. 2 ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നോക്കുക. 2 നെ ഏത് എലിമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 1 കിട്ടുന്നത്? ഇവിടെ എവിടെയും 1 ഇല്ല. So 2 has no multiplicative inverse. 2 has no multiplicative inverse. അതേപോലെ 3 നോക്കാം. 3 ഇതിൽ നോക്കുക, ഇതിൽ 3 നെ ഒരു എലിമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 കിട്ടുന്നില്ല. 3 0 3 0 3 0 3 1 ഇവിടെ വരുന്നേ ഇല്ല. അതായത് 3 has no multiplicative inverse. 4 ലും അതെ, 0 4 2 0 4 3. 4 നെ ഒരു എലിമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 കിട്ടുന്നില്ല. 4 has no multiplicative inverse. What about 5? 5 0, 5 into 0 is 0, 5 4 3 2 1 കിട്ടും. So ഈ 5 ന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. 5 ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? 5 inverse is 5 itself. അപ്പോൾ Z6 ലെ രണ്ട് എലിമെന്റുകളുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉള്ളൂ. ഒന്ന് 1 ആണ്, മറ്റേത് 5 ആണ്. അപ്പോൾ ഈ രണ്ട് എലിമെന്റുകൾ 1 ഉം 5 ഉം ആണ് അതിന്റെ യൂണിറ്റുകൾ എന്ന് പറയുന്നത്. മറ്റു എലിമെന്റുകൾ എന്താണ്? The other elements are not units. അപ്പോൾ the only units of Z6, the ring Z6 plus 6 multiplication modulo 6 are 1 and 5. അപ്പോൾ 1 2 3 2 3 4 they are non-zero elements, but they are not having multiplicative inverses. അപ്പോൾ അതുകൊണ്ട് these elements are not units. These elements are not units of Z6. അതായത് we have non-zero elements which are not units, which have no inverses. So it is not a division ring. Z6 is not a division ring. അപ്പോൾ Z6 റിംഗ് ആണ്. എല്ലാ കണ്ടീഷൻ റിംഗിന്റെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ്, അതിൽ യൂണിറ്റി ഉണ്ട്. But it is not a division ring. കാരണം എന്താ വെച്ചാൽ 2 3 4 they are non-zero elements of Z6 which are not having multiplicative inverses. അപ്പോൾ Z6 is not a division ring, but it is a commutative, finite commutative ring with unity. So this is our first example. Now come to the second one. Z7 plus 7 multiplication modulo 7. It is Z5 പോലെ തന്നെയാണ്. നോക്കൂ, എല്ലാ ഈ 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. R plus അത് മുന്നേ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. Zn plus n is an abelian group. അപ്പോൾ Z7 is an abelian group under addition modulo 7. Z7 is an abelian. ഇത് ഈ ടേബിൾ നോക്കി കഴിഞ്ഞാൽ അറിയാം. ക്ലോഷർ ആണ്, അഡീഷൻ അസോസിയേറ്റീവ് ആണ്, ഐഡന്റിറ്റി എലിമെന്റ് ഉണ്ട്. 0 ആണ് അതിന്റെ അഡീഷന്റെ ഐഡന്റിറ്റി എലിമെന്റ്. അതേപോലെ എല്ലാ എലിമെന്റിനും ഇൻവേഴ്സ് ഉണ്ട്, അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. 1 ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് 6 ആണ്, അഡിറ്റീവ് ഇൻവേഴ്സ്. പക്ഷേ മൾട്ടിപ്ലിക്കേഷനിലേക്ക് അതേപോലെ തന്നെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പറയാവുന്നതാണ്. മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണോ എന്നുള്ളത് നോക്കാം. ആർ എസ് ക്ലോസ്ഡ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ നോക്കും. ഇതിന്റെ ഉള്ളില് ആ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന്റെ ഔട്ട്പുട്ടുകളാണ് കാണുന്നത്. ഇത് എല്ലാം തന്നെ ഇതേ സെറ്റിലത്തെ എലിമെന്റുകളാണ്, Z7ത്തെ തന്നെ എലിമെന്റുകളാണ്. സോ മൾട്ടിപ്ലിക്കേഷൻ ഇസ് ക്ലോസ്ഡ്, അല്ലെങ്കിൽ R is closed under, അല്ലെങ്കിൽ Z7 is closed under multiplication modulo 7. Z5 അതേപോലെ തന്നെയാണ്.
Now, associativity and distributivity നിങ്ങൾ ഓരോ എലിമെന്റ് വെച്ചിട്ടും എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാവുന്നതാണ്. Multiplication is associative as well as multiplication is distributive over addition modulo 7. നിങ്ങൾക്ക് ഇത് രണ്ട് ടേബിളും വെച്ചിട്ട് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് എങ്ങനത്തെ റിംഗ് ആണ്? ഇസ് ഇറ്റ് കമ്മ്യൂട്ടേറ്റീവ്? കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നുള്ളത് നോക്കി അറിയാമല്ലോ. കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്തായിരിക്കണം? കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം. മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 7 കമ്മ്യൂട്ടേറ്റീവ് ആണോ നോക്കി അറിയാം. 1 into 1 is 1, 1 into 2 is 2, 2 into 1 is again 2. ഈ മാട്രിക്സ്, ഇതിന്റെ ഉള്ളിലത്തെ മാട്രിക്സ്, ഇതുകൊണ്ട് ഫോം ചെയ്യുന്ന മാട്രിക്സ് സിമെട്രിക് മാട്രിക്സ് ആയിരിക്കും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 7 അതിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇത് നോക്കിയോളൂ, 3 into 3 അല്ലെങ്കിൽ 3 into 4 is 2, 4 into 3 is again 2, 4 into 3 is again 2, 4 into 3 is 2, 3 into 4 is 3 into 4, 3 into 4 എന്ന് പറയുന്നത് 5, 3 into 4 എന്ന് പറയുന്നത് 5 ആണ്, 4 into 3 എന്ന് പറയുന്നതും 5 ആണ്, 3 into 4 is 5, 4 into 3 is also 5, 5. അതേപോലെ അപ്പോൾ it is commutative. Multiplication modulo 7 is ഇതിങ്ങനെ കുറച്ച് ചെറുതാക്കി എഴുതുകയാണ് വായിക്കുന്നതിൽ ഒരു ചെറിയ സംശയം വരുന്നത്. കുറച്ചുകൂടെ വലുതാക്കി എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഗ്രാഫ് പോലെ ചെയ്ത് നോക്കാവുന്നതാണ്. മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. മാത്രമല്ല it has unity, multiplicative identity ഉണ്ട്. 1 ഉണ്ട്, 1 into 1 equal to 1, 1 into 2 equal to 2. അത് നോക്കി അറിയാം. 1 into 3 equal to 3, 1 into 4 equal to 4. അപ്പോൾ 1 എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി അതിലുണ്ട്. 1 is there, 1 is the multiplicative. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 7 ആണ്. അപ്പോൾ 1 Z7 contains the multiplicative identity. അപ്പോൾ it is a ring. Z7 plus 1 is a commutative ring. It is a ring with unity. ഇനി ഡിവിഷൻ റിംഗ് ആണോ എന്നും കൂടെ നോക്കണം. ഡിവിഷൻ റിംഗ് ആണെങ്കിൽ എന്ത് വേണം? എല്ലാ യൂണിറ്റുകൾ അല്ലെങ്കിൽ എല്ലാ നോൺ സീറോ എലിമെന്റുകളും യൂണിറ്റുകളായിരിക്കണം. ഇതിന്റെ ഏതൊക്കെയാണ് യൂണിറ്റ്സ് എന്നുള്ളത് ടേബിൾ നോക്കി അറിയാം. യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉള്ള എലിമെന്റുകളാണ്. ഇതിൽ ഏതൊക്കെ എലിമെന്റുകൾക്കാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉള്ളത്? 1ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1 ആണ്. 1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടുന്നു. 2ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നോക്കി കഴിഞ്ഞാൽ അറിയാം 4 ആണ്. 2 into 4 is 8. But it is multiplication modulo 7. അപ്പോൾ 8 നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1. അപ്പോൾ 2 into 4 is 1. അപ്പോൾ 2 ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. 2 ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 4 ആണ്. 3 into 5 is basically 15. But dividing it multiplication modulo 7 ആയതുകൊണ്ട് addition modulo 7 പോലെ തന്നെയാണ്. മൾട്ടിപ്ലൈ ചെയ്യുക, അഡീഷൻ വരെ മൾട്ടിപ്ലിക്കേഷൻ ആണ് മാത്രം. മൾട്ടിപ്ലൈ ചെയ്യുക, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ എഴുതുക. അപ്പോൾ 3 into 5 is 15 divided by 7. അപ്പോൾ റിമൈൻഡർ 1 ആണ്. അപ്പോൾ 3 into 5 is 1. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3 is 5. ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 4 into 2. 2ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 4 ആണ്. അപ്പോൾ 4ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 2 ആയിരിക്കും. 4 into 2 is 1. 8 by 7 അപ്പോൾ റിമൈൻഡർ 1. 4 യൂണിറ്റ് ആണ്. സിമിലർലി 5ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 3 ആണ്. 6ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 6 തന്നെയാണ്. 6 into 6 is 36. 36നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1. അപ്പോൾ 6ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ യൂണിറ്റ്സ് ഏതൊക്കെയാണ്? 0 ഒഴികെ മറ്റ് എല്ലാ എലിമെന്റുകളും എന്താണ്? യൂണിറ്റ്സ് ആണ്. All the non-zero elements are units. അപ്പോൾ എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? Z7 is a commutative ring with unity and it is also a division ring. ഇവിടെ നോക്കൂ. Z5 നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു, that was a commutative ring with unity and it was a division ring. Z6 പക്ഷേ commutative ring with unity ആണ്, പക്ഷേ division ring അല്ല, not a division ring. Z7 പക്ഷേ commutative ring with unity ആണ്, it is also a division ring. അപ്പോൾ വ്യത്യാസം നോക്കൂ. Z5 division ring ആണ്. Z6 it is not a division ring. Z7 it is again a division ring. അപ്പോൾ അത് ഒരു പാറ്റേൺ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അത് അടുത്ത ക്ലാസ്സുകളൊക്കെ ആയിട്ട് എന്താണ് വ്യത്യാസം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓർക്കുക, Z7 is a commutative ring with unity and it is also a division ring. Z6 commutative ring with unity മാത്രമാണ്, പക്ഷേ അത് division ring അല്ല. So this is our next example. Now our second problem is this one, M2R. Set of all 2 by 2 matrices with real entries. വളരെ ലെങ്തി ആയിട്ട് പോകും. അതിന്റെ ഓരോന്നും പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ യു ഡു ഇറ്റ് യുവർ സെൽഫ്. കാരണം ഈ ചെറിയ ബോർഡിൽ നമുക്ക് കാണിക്കാൻ സാധിക്കില്ല. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെയാണ്. അപ്പം set of all 2 by 2 matrices with real entries. This is a ring under usual addition as well as usual multiplication. പക്ഷേ it is not a commutative ring. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. മാത്രമല്ല and it has unity. 1001 എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആണ്. 1001 is the multiplicative identity. 1001
0 0 1 2 by 2 ഐഡന്റിറ്റി മാട്രിക്സ് അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആണ്. അപ്പോൾ M2R എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിംഗ്. ഇറ്റ് ഈസ് നോട്ട് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ്. ഇറ്റ് ഈസ് എ റിംഗ് വിത്ത് യൂണിറ്റി. 1001 അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് നോട്ട് എ ഡിവിഷൻ റിംഗ്. അതായത് എല്ലാ നോൺ സീറോ എലമെന്റുകൾക്കും ഇൻവേഴ്സ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ല. കാരണം എന്താ, ഈ എക്സാമ്പിൾ നോക്കൂ, this is for a not equal to 0, this is a non-zero matrix, but this does not have a multiplicative inverse. അപ്പോൾ set of all 2 by 2 matrices എന്ന് പറയുന്നത് of real numbers, 2 by 2 matrices of real numbers ഒരു റിംഗ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് റിംഗ് അല്ല. It is a ring with unity. It is not a division non-zero, it is not a division ring. അപ്പോൾ M2R എന്ന് പറയുന്നത് ഒരു ഡിവിഷൻ റിംഗ് അല്ല. എക്സാമ്പിൾ ഇതാണ്, എ എന്ന് പറയുന്ന നോൺ സീറോ മാട്രിക്സ്. എ നോൺ സീറോ വരുമ്പോൾ ഇത് നോൺ സീറോ മാട്രിക്സ് ആവും. ഇതിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ല. അപ്പൊ പല വെറൈറ്റി ഓഫ് റിംഗ്സ് നമുക്ക് ഇവിടുന്ന് ഈ ഇന്നലെ ഇന്നുമായിട്ടുള്ള ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ ചില ടീച്ചർമാർ അല്ലെങ്കിൽ ചില അധ്യാപകരെ വേറെ രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ അതും ഞാൻ പറയുന്നത് ഒന്ന് കോറിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് കമന്റിലൂടെ ചോദിച്ചാൽ നല്ലതായിരുന്നു. എന്നാലേ എനിക്ക് അടുത്ത വീഡിയോകളിലൊക്കെ അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കമന്റ്സ് ആയി ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയുന്നതായിരിക്കാം. താല്പര്യമുള്ളവർക്ക് ചോദിച്ചാൽ വേണ്ട സമയത്ത് ഉത്തരം തരാം. അപ്പോ M2R എന്ന് പറയുന്നത് set of all 2 by 2 matrices of real numbers അതൊരു റിംഗ് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ്. ഇറ്റ് ഈസ് എ റിംഗ് വിത്ത് യൂണിറ്റി ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ ഡിവിഷൻ റിംഗ്. ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ MNR എന്ന് പറയുന്ന set of all MNR എന്ന് പറഞ്ഞാൽ set of all n by n matrices അതും ഇതേപോലെ തന്നെയാണ്. ഇറ്റ് ഈസ് എ റിംഗ്. ഇറ്റ് ഈസ് നോട്ട് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ്. It is a ring with unity. n by n identity matrix ആയിരിക്കും. അതിൽ യൂണിറ്റി വരുന്നത് ഐഡന്റിറ്റി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി വരുന്നത് n by n യൂണിറ്റ് മാട്രിക്സ് ആയിരിക്കും. And it is also not a division ring. ഇതിനെ നേരെ n ലേക്ക് എക്സ്ട്രാപോളേറ്റ് ചെയ്താൽ മതി. അപ്പോൾ M2R എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ തന്നെ ആയിരിക്കും MNR എന്ന് പറയുന്ന set of all n matrices of real matrices of n by n real matrices എല്ലാം ഇത് തന്നെയാണ്. set of all n by n real matrices എന്ന് പറയുന്നത് it is a ring but not commutative. It has unity. Ring has unity, the n by n unit matrix, and it is also not a division ring. അപ്പോൾ ഒരു എക്സാമ്പിളും കൂടിയായി. Now today's last example എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പ്രോബ്ലം ആണ്. Find all the units of Z14. Z14 ന്റെ എല്ലാ യൂണിറ്റുകളും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വേറെ മാർഗമൊന്നുമില്ല. ഗ്രൂപ്പ് ടേബിൾ വരച്ചിട്ട് Z7 വരെ ഞാൻ വരച്ചിട്ടുണ്ട്. Z5 Z6 Z7 Z14 ഇതേപോലെ ഇത്രയും വലുതാവും. Z14 ഇതേപോലെ ഗ്രൂപ്പ് ടേബിൾ വരച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ നമ്മളിപ്പോ Z7 ഒക്കെ ചെയ്ത അതേ പാറ്റേണിൽ തന്നെ ചെയ്ത് നോക്കേണ്ട കാര്യമാണ്. ഇവിടെ ഞാൻ ആൻസർ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഇതിലെ യൂണിറ്റുകൾ ഫൈൻഡ് ഓൾ ദ യൂണിറ്റ്സ് ഓഫ് Z14 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്നത് ഇൻവേഴ്സ് 1. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 1 is 1 itself. ഇത് ഇവിടുത്തെ പോലെ Z6 പോലെ 1 ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1 തന്നെയാണ്. പിന്നെ 5 ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താ പറയുന്നത് 5 ഹാസ് ഓൾസോ എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. 5 ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 5 തന്നെയാണ്. 5 മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 5 തന്നെയാണ്. 1 ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1 തന്നെയാണ്. അപ്പോൾ Z14 ലെ 1 ന്റെയും 13 ന്റെയും ഫസ്റ്റ് നമ്പർ 1 ആൻഡ് ദി ലാസ്റ്റ് നമ്പർ 1 and n minus 1. അപ്പോൾ 1 ന്റെയും 13 ന്റെയും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സുകൾ അത് തന്നെയായിരിക്കും. ഇതേപോലെ Z6 പോലെ തന്നെയാണ്. Z6 ന്റെ 1 ന്റെ 1 5 ന്റെ 5. അപ്പോൾ 14 ആവുന്നല്ല 13 ആവുമെന്ന് മാത്രമേ ഉള്ളൂ. 13 ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 13 തന്നെയാണ്. 1 ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1 തന്നെയാണ്. ഇനി എഴുതിയിരിക്കുന്നത് ഇൻവേഴ്സ് പെയറുകളാണ്. 3 യുടെ ടേബിൾ വരുന്നൊക്കെ അറിയാം. 3 യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 5 ആണ്. കാരണം 3 into 5 3 മൾട്ടിപ്ലിക്കേഷൻ മോഡൽ ഓഫ് 14 3 into 5 is 15. അപ്പോൾ അതിനെ 14 കൊണ്ട് വരുമ്പോൾ 1 കിട്ടും. 3 യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 5 ആണ്. 9 ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 11 ആണ്. 99 ആണ്. 9 into 11 is 99. പക്ഷേ 98 is a multiple of 14. അപ്പോൾ റിമൈൻഡർ 99 ന് 92 പോയി റിമൈൻഡർ 1 ആണ്. അപ്പോൾ 9 and 11 are inverse pairs. 1 inverse 1 ആണ്. 13 inverse 13 തന്നെയാണ്. 3 inverse 5 5 inverse 3 9 inverse 11 11 inverse 9. അപ്പോൾ these are the units. All other elements are non-units, or all elements of non-zero elements of Z14 are not having multiplicative inverses. Orca Z14 is also not a division ring, but it is a commutative ring with unity. Commutative ring ആണ്, അതിൽ യൂണിറ്റി ഉണ്ട്. പക്ഷേ അത് ഡിവിഷൻ റിംഗ് അല്ല. അതിൽ യൂണിറ്റുകൾ എന്ന് പറയുന്ന ഈ എലമെന്റുകൾ മാത്രമേ ഉള്ളൂ. 1 13 3 5 9 11
വെരിഫൈ ചെയ്ത് നോക്കുക. ഇതേപോലെ പ്രാക്ടീസ് പ്രോബ്ലംസ് മുതലേക്ക് Z8 Z9 ഒക്കെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. പ്രധാനമായിട്ട് ഇന്നലെ പറഞ്ഞ വീഡിയോന്റെ ഒരു കറക്ഷൻ വീഡിയോ പോലെ ഇത് എടുത്താൽ മതി. ഈ 4 കാര്യങ്ങളാണ് റിംഗിൽ ഡെഫിനിഷനിൽ വരുന്നത്. പ്രത്യേകം ഓർക്കുക, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ സ്ക്രോൾ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ രണ്ടാമത്തെ കണ്ടീഷൻ സ്ക്രോളിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയാണ്, ഈ 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ R പ്ലസ് ഡോട്ട് എന്ന് പറയുന്നത് ഒരു റിംഗ് ആയിരിക്കും. അതായത് അപ്പീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം, അണ്ടർ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോസ്ഡ് ആയിരിക്കണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആയിരിക്കണം, മൾട്ടിപ്ലിക്കേഷൻ ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ശ്രദ്ധിച്ച് കേട്ടിട്ടുള്ളവർ ഇതും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട്, ഇന്നലെ തന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് ഒന്നും കൂടെ ഉറപ്പിച്ചിട്ട് പഠിക്കുക. കുറച്ച് എക്സാമ്പിളുകളും പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം റിംഗിന്റെ ഒരു ടോപ്പിക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കും കൂടെ പോകും. അതിനുശേഷം അതിന്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സീറോ ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ പഠിക്കുമ്പോൾ ഇതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചിട്ട് അടുത്ത ക്ലാസ് കാണുക, അല്ലെങ്കിൽ അടുത്ത ക്ലാസ് കാണുമ്പോൾ ഇതൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയതിന് ശേഷം അടുത്ത ക്ലാസ് കണ്ടാലേ മനസ്സിലാവുകയുള്ളൂ. കാരണം റിംഗ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എല്ലാം മാല ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ്. ഏതെങ്കിലും ലിങ്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്ലാസ് മനസ്സിലാവില്ല. സോ വി വിൽ സ്റ്റോപ്പ് ഹിയർ. ബാക്കിയുള്ള അടുത്ത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് റിംഗ് ആണ് നമ്മൾ അടുത്ത ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ.